Hi, friends. Have a nice day ahead. Now, we are going to discuss our last chapter in the first module, that is Freedom, written by Rabindranath Tagore. Actually, you know that ഒരു പോയത്തിൻ്റെ എസ്സേ ഒക്കെ എഴുതാൻ പറയുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ അതിൻ്റെ ഓഥറിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ഫോർ ദാറ്റ് പേർപ്പസ് ഐ എം ഇൻട്രൊഡ്യൂസിങ് ദ ഓഥർ ഫസ്റ്റ് ഓഫ് ഓൾ, Mr. Rabindranath Tagore. Rabindranath Tagore was born in the year 1861 and he was one of the tallest figures in Indian literature. He was born in a highly educated aristocratic family in Calcutta. നമുക്കറിയാം, ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഏറ്റവും ഉന്നതരായ വ്യക്തികളിൽ ഒരാളായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. ആൻഡ് കൽക്കട്ടയിലെ ഒരു നോബൽ ഫാമിലി, റിച്ച് ആൻഡ് നോബൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാരൻസൊക്കെ വലിയ വിദ്യാസമ്പന്നരും ഭയങ്കരമായി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ഭയങ്കര റിച്ച് ആയിരുന്നു. അങ്ങനെ വളരെ നോബൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം. അറ്റ് ദ ഏജ് ഓഫ് 8 he began writing poems. 8ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം പോയിംസ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫാദറിന് അദ്ദേഹത്തിന് ഒരു ബാരിസ്റ്റർ, ഒരു ലോയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഫോർ ദാറ്റ് പർപ്പസ് ഹി വാസ് സെൻറ്റ് ടു ഇംഗ്ലണ്ട് ടു ട്രെയിൻ ഹിം ടു ബിക്കം എ ലോയർ. ബട്ട് Tagore couldn't cope with the conventional educational system and so he came back to India and took part in the freedom struggle in his own way. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ലോയർ ആവാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ കൺവെൻഷണൽ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു പോരുകയും ഇവിടെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫ്രീഡം സ്ട്രഗിളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. In the year 1901, he moved to Shantiniketan, where he spent almost the rest of his life. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ കൂടുതൽ ഭാഗവും അദ്ദേഹം ചെലവഴിച്ചത് ശാന്തിനികേതനിലായിരുന്നു. അതുകൊണ്ട് തന്നെ 1901 അദ്ദേഹം ശാന്തിനികേതനിലേക്ക് മാറുകയും ജീവിതത്തിൻ്റെ റെസ്റ്റ് ഓഫ് ദി ലൈഫ് അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. Then he became the first non-European to get the Nobel Prize for Literature in his Gitanjali in 1913. An important point, don't forget it. In the year 1913, 1913 ഗീതാഞ്ജലി എന്ന് പറയുന്ന 103 പോയിംസിൻ്റെ കളക്ഷനായിട്ടുള്ള ഒരു ബുക്കാണ് ഗീതാഞ്ജലി. ആ ഗീതാഞ്ജലിക്ക് 1913 നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അദ്ദേഹത്തിന് കിട്ടിയത് ഈ ബുക്കിൻ്റെ നെയിമിലാണ്. ആൻഡ് യു നോ ഹീ വാസ് ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു ഗെറ്റ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഈ ഗീതാഞ്ജലിക്ക് ലിറ്ററേച്ചർ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കപ്പെട്ടത് ഹീ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ, വൺ ആൻഡ് ഓൺലി ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു ഗെറ്റ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് ഗീതാഞ്ജലി. He returned his knighthood in protest against the policies the British were following in India. So അദ്ദേഹത്തിൻ്റെ നൊബേൽ പ്രൈസൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർ സർ എന്നുള്ള പദവി കൊടുത്ത്, നൈറ്റ്ഹുഡ് കൊടുത്ത് അദ്ദേഹത്തിനെ ആദരിച്ചിരുന്നു. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യൻസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഇഷ്ടപ്പെടാതെ അവരുടെ പോളിസിക്കെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത നൈറ്റ്ഹുഡ് അദ്ദേഹം തിരിച്ചു കൊടുക്കുകയുണ്ടായി. ഹി റിട്ടേൺഡ് ഹിസ് നൈറ്റ്ഹുഡ് ഇൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ദ ബ്രിട്ടീഷ് വർ ഫോളോവിങ് ഇന്ത്യ. When his role in Indian education is seen in the foundation of the Vishwa Bharati University. He was the founder of a university named Vishwa Bharati University. Vishwa Bharati യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം. ആൻഡ് അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ റോള് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. He wrote 2 national anthems, Indian and Bangladesh's. ഇന്ത്യാസ് ആൻഡ് ബംഗ്ലാദേശസ്. ഇന്ത്യയുടെ നാഷണൽ ആന്തമായ ജനഗണമനയും ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തമായ അമർ ഷോണ ബംഗ്ല എന്ന് പറയുന്ന നാഷണൽ ആന്തവും റൈറ്റ് ചെയ്തിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഹി റോട്ട്
two national anthems, Janaganamana and Amar Shona Bangla, the national anthem of Bangladesh. Right. Then ടാഗോറിനെ ബംഗാളിൻ്റെ കവി, ദ ബാർഡ് ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ടാഗോർ ഇസ് കോൾഡ് ദ ബാർഡ് ഓഫ് ബംഗാൾ. ഹി ഗെയിൻഡ് ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ ത്രൂ ദ ട്രാൻസ്ലേഷൻ ഓഫ് ഹിസ് വർക്ക്സ്. അദ്ദേഹം എഴുതിയ വർക്ക്സ് എല്ലാം അദ്ദേഹം തന്നെ കുറേ ഭാഷകളിലേക്കായിട്ട് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹി ഗെയിൻഡ് ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ ത്രൂ ദ ട്രാൻസ്ലേഷൻ ഓഫ് ഹിസ് വർക്ക്സ്. ടാഗോർ വാസ് primarily a poet. Gitanjali is a collection of 103 poems which he himself translated from Bengali. So primarily അദ്ദേഹം ഒരു പോയറ്റ് തന്നെയായിരുന്നു. ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം ഗീതാഞ്ജലി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതിനെ ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then, for Tagore, freedom was not merely political, but liberation from all chains of dogmas and conventions. ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറഞ്ഞാൽ, സ്വാതന്ത്ര്യം എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമായിരുന്നില്ല. എല്ലാ തരത്തിലുള്ള ഡോഗ്മാസ് ആൻഡ് കൺവെൻഷൻസ്, എല്ലാ തരത്തിലുള്ള അനാവശ്യമായ ആചാരങ്ങളിൽ നിന്നും കസ്റ്റംസിൽ നിന്നും കൺവെൻഷൻസ്, പാരമ്പര്യമായ രീതികളിൽ നിന്നുമൊക്കെ മുക്തി നേടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്തിനും രാജ്യത്തിലെ ജനങ്ങൾക്കും വേണ്ടി ജാതിയും മതത്തിനുമൊക്കെ അതീതമായിട്ട് ഏറ്റവും നോബിൾ ഫ്രീഡം വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. റൈറ്റ്. He wants his country to reach the highest state of freedom beyond caste and creed. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. ദെൻ നമുക്ക് നമ്മുടെ പോയത്തിലേക്കൊന്ന് കയറി നോക്കാം. ഫ്രീഡം. the poem Freedom is an attempt to state what it means to be free during the days of the nationalist campaign. നേഷണലിസ്റ്റ് ക്യാമ്പയിൻ്റെ സമയത്ത്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താവണം എന്നുള്ളത് പിക്ചറൈസ് ചെയ്യുകയാണ് ഈ പോയത്തിലൂടെ ടാഗോർ നമ്മുടെ മുന്നിൽ. ഈ പോയത്തിൻ്റെ ഒരു തീമിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ആങ് സാൻ സൂക്കി എന്ന് പറയുന്ന റൈറ്റർ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസാണ്, only real prison is the fear and freedom is freedom from fear. She was saying the same thing Tagore had said much earlier. എന്താ അവർ പറഞ്ഞത്? only real prison is fear. ശരിക്കുമുള്ള തടവറ എന്ന് പറയുന്നത് ഫിയർ, ഭയമാണ്. ആൻഡ് ഫ്രീഡം ഈസ്, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഫ്രം ഫിയർ, ഈ ഫിയറിൽ നിന്നും, ഈ ഭയത്തിൽ നിന്നും മുക്തരാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഫ്രീഡം എന്ന പോയത്തിലൂടെ രവീന്ദ്രനാഥ് ടാഗോർ നമ്മളോട് പറയുന്നത്. റൈറ്റ്. സോ look at your textbook. You know that it's only a short poem, but there are so many points and themes are hidden in this lines, right? So ഈ ഒരു സെഷനിൽ ഞാൻ ഈ പോയം 2 സെഷനായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 8 ലൈൻസ്, അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ബാക്കി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പോയത്തിൻ്റെ ആദ്യത്തെ 8 ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റൈറ്റ്. First of all, I am reading those 8 lines. Freedom from fear is the freedom I claim for you, my motherland. Freedom from the burden of the ages, bending your head, breaking your back, blinding your eyes to the beckoning call of the future. Freedom from the shackles of slumber, wherewith you fasten yourself in night's stillness, mistrusting the star that speaks of truth's adventurous paths. These are the first lines of this poem. So, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Freedom from fear
is the freedom I claim for you, my motherland. മദർലാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈ മദർലാൻഡ്, ഓ മൈ ഇന്ത്യ. സ്വന്തം രാജ്യത്തിന് അഡ്രസ് ചെയ്തുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ പറയുവാണ്, ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, ഇസ് ദ ഫ്രീഡം ഐ ക്ലെയിം ഫോർ യു, മൈ മദർലാൻഡ്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതമേ, മൈ മദർലാൻഡ്, ഐ എം ക്ലെയിം ഫോർ യു, ഐ ആം ക്ലെയിമിങ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി അവകാശപ്പെടുന്നത്, ക്ലെയിം അവകാശപ്പെടുക, ഞാൻ നിനക്ക് വേണ്ടി ക്ലെയിം ചെയ്യുന്ന ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ഫിയർ, പേടിയിൽ നിന്നും നീ മുക്തയാവണം. ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ദി ഏജസ്, ബെൻഡിങ് യുവർ ഹെഡ്, ബ്രേക്കിംഗ് യുവർ ബാക്ക്, ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബെക്കനിങ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ. പിന്നെ എന്തിൽ നിന്നാണ് നിനക്ക് ഫ്രീഡം വേണ്ടത്? ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ദി ഏജസ്. ബേർഡൻ മീൻസ് ഭാരം, ഓഫ് ദി ഏജസ്, ഒരുപാട് കാലങ്ങളായിട്ട് നീ ചുമന്ന് നടക്കുന്ന ഭാരമില്ലേ, അടിമത്വം എന്ന ഭാരം, സ്വാതന്ത്ര്യമില്ലായ്മ എന്ന ഭാരം, ഭയം എന്ന ഭാരം, ഇങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് നീ ചുമന്ന് നടക്കുന്ന ബേർഡൻ, ആ ബേർഡനിൽ നിന്നും നിനക്ക് ഫ്രീഡം വേണം, നിനക്ക് സ്വാതന്ത്ര്യം വേണം. ഈ ബേർഡൻ, നീ ചുമക്കുന്ന ബേർഡൻ കാരണം നീ എന്തായിട്ട് മാറി? ഇവിടെ ഇന്ത്യ എന്ന രാജ്യത്തിന് ഭാരം ചുമക്കുന്ന, ഒരുപാട് കാലങ്ങളായിട്ട് ഭാരം ചുമക്കുന്ന ഒരു മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുവാണ്. ഈ ലൈൻസിലൊക്കെ നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച്, കമ്പാരിസൺ, മെറ്റഫറൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ ഈ ഒരു 8 ലൈൻസിനെ നിങ്ങൾക്കൊന്ന് സമ്മറൈസ് ചെയ്തതിന് ശേഷം ഇതിലുള്ള ടേംസൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ഏജസ്, നിനക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നീ കൊണ്ട് നടക്കുന്ന ഭാരമില്ലേ, ആ ഭാരം കാരണം ബെൻഡിങ് യുവർ ഹെഡ്, നിൻ്റെ തല കുനിഞ്ഞു പോയിരിക്കുന്നു. ബ്രേക്കിംഗ് യുവർ ബാക്ക്, നിൻ്റെ നടു ഒടിഞ്ഞു പോയിരിക്കുന്നു. ബ്ലൈൻഡിങ് യുവർ ഐസ്, നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തിനുള്ള കാഴ്ച? ടു ദ ബെക്കനിങ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ, ടു സീയിങ് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. എന്താണ് പറഞ്ഞത്? നിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്ത് കാണാനുള്ള കാഴ്ചയാണ്? ഭാവിയിൽ നിനക്ക് വളരെ ശോഭിതമായൊരു ഭാവിയുണ്ട്. ആ ഭാവിയിൽ നിനക്ക് വരാനിരിക്കുന്ന പ്രസരിപ്പുകൾ, നിനക്ക് വരാനിരിക്കുന്ന പ്രോസ്പെറസ്, ഇതിനെയൊന്നും കാണാനുള്ള കാഴ്ച നിൻ്റെ കണ്ണിനിപ്പോഴില്ല. ഭാരം ചുമന്ന് 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 നിൻ്റെ നടുവൊടിഞ്ഞ്, നിൻ്റെ തല കുനിഞ്ഞ്, കാഴ്ചകൾ, മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ശക്തിയില്ലാതെ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഭാരത്തിൽ നിന്നും നിനക്ക് സ്വാതന്ത്ര്യം വേണം. പിന്നെ എന്താ വേണ്ടത്? ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് സ്ലംബർ, വർ വിത്ത് യു ഫാസ്റ്റൺ യുവർ സെൽഫ് ഇൻ നൈറ്റ്സ് സ്റ്റിൽനെസ്. ഫ്രീഡം ഫ്രം ഷാക്കിൾസ് ഓഫ് സ്ലംബർ. ഷാക്കിൾസ് മീൻസ് ചെയിൻസ്, ചങ്ങല. എന്തിൻ്റെ ചങ്ങലയിൽ നിന്നാണ് നീ മോചിതയാവേണ്ടത്? ഓഫ് സ്ലംബർ, ഓഫ് സ്ലീപ്നെസ്. ഉറക്കമെന്ന ചങ്ങല നീ പൊട്ടിച്ചെറിയണം. നീ ഉറക്കം നടിക്കുകയാണ്, നീ ഉറക്കത്തിലാണ്. വേർ വിത്ത്, ഈ ഉറക്കം നിന്നെ എവിടെയാ ചെന്നെത്തിക്കുന്നത്? യു ഫാസ്റ്റൺ യുവർ സെൽഫ്, നീ നിന്നെ തന്നെ കെട്ടിയിടുകയാണ്. ഫാസ്റ്റൺ ടൈ, നീ നിന്നെ തന്നെ കെട്ടിയിടുകയാണ്. ഇൻ നൈറ്റ്സ് സ്റ്റിൽനെസ്, രാത്രിയുടെ നിശബ്ദതയിൽ നീ നിന്നെ തന്നെ കെട്ടിയിടുന്നു. നീ അലസയായി കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമെന്ന ഈ ചങ്ങലയിൽ നിന്നും നിനക്ക് സ്വാതന്ത്ര്യം വേണം. മിസ്ട്രസ്റ്റിംഗ്, നീ വിശ്വസിക്കുന്നില്ല. ആരെ? ദ സ്റ്റാർ, നക്ഷത്രത്തിനെ. ഏത് നക്ഷത്രത്തിനെയാണ് നീ വിശ്വസിക്കാത്തത്? ദാറ്റ് സ്പീക്സ് ഓഫ് ട്രൂത്ത്സ് അഡ്വഞ്ചറസ് പാത്സ്. നമ്മൾക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ, നമ്മൾ അടിമത്വത്തിൽ നിന്ന് മോചിതരാവണമെങ്കിൽ വളരെ വലിയ അഡ്വഞ്ചറസ് പാത്തിലൂടെ നമ്മളുടെ യാത്ര നമ്മൾ തുടരേണ്ടതുണ്ട് എന്നുള്ള സത്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന, എന്നുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്ന നക്ഷത്രങ്ങളെയൊന്നും നീ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന കുറേ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം ജീവിതം വളരെ അഡ്വഞ്ചറസ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക, സാഹസികമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവരുടെ കൂടെ നീ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളോടാ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവാൻ പറ്റും. ഇന്ത്യ വിൽ ബി ഫ്രീ. പക്ഷേ ആ നക്ഷത്രങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നീ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഷാക്കിൾസ് ഓഫ് സ്ലംബർ, ബർഡൻ ഓഫ് ദി ഏജസ്, ഫ്രീഡം ഫ്രം ഫിയർ, ഇതിൽ നിന്നൊക്കെ നീ മോചിതയാവേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോഴേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. ഇതാണ് ഫസ്റ്റ് 8 ലൈൻസിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഐ എം റിപ്പീറ്റിംഗ്, ലിസൺ കെയർഫുള്ളി. Tagore is addressing his motherland, that is India. The freedom I claim for you is the freedom from fear. I want you to have freedom from the burden of ages which has bent your head, broken your back, blinded your eyes to the possibilities of future. I want you to have freedom from the chains of sleep which tie you down to the stillness of the night, mistrusting the star that speaks of the adventurous path of truth. Right. ഇത്രയുമാണ് ഈ 8 ലൈൻസിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ദെൻ ഈ 8 ലൈൻസ് നമ്മളിപ്പോൾ പഠിച്ച ഈ 8 ലൈൻസിൽ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, നോട്ട് ഇറ്റ് ഡൗൺ. ഫസ്റ്റ് ലൈൻ ശ്രദ്ധിച്ചേ. ഫ്രീഡം ഫ്രം ഫിയർ ഇസ് ദ ഫ്രീഡം. അവിടെ ഫ്രീഡം, ഫ്രം, ഫിയർ, വീണ്ടും ഫ്രീഡം, ആ വേർഡ്സിലൊക്കെ ഫ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. റൈറ്റ്. ഇനി തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ നോക്കിക്കേ. ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ദി ഏജസ്, ബെൻഡിങ് യുവർ ഹെഡ്, ബ്രേക്കിംഗ് യുവർ ബാക്ക്, ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബെക്കനിങ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ. ഈ ലൈനിൽ ബേർഡൻ, ബെൻഡിങ്, ബ്രേക്കിംഗ്, ബാക്ക്, ബ്ലൈൻഡിങ്, ബെക്കനിങ്, ഈ വേർഡ്സിലൊക്കെ ബ് എന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് അല്ലിട്രേഷൻ. വാട്ട് ഈസ് അല്ലിട്രേഷൻ? റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ഇൻ ദ ലൈൻസ് ഓഫ് എ പോയം. റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ഇൻ ദ ലൈൻ ഓഫ് എ പോയം. ഒരു പോയത്തിൻ്റെ ലൈൻസിൽ കോൺസണൻ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, കോൺസണൻ്റ് സൗണ്ടൊക്കെ അറിയാമല്ലോ, കോൺസണൻ്റ് സൗണ്ട്സ്, എ ഇ ഐ ഒ യു എന്ന ലെറ്ററിൻ്റെ സൗണ്ടെല്ലാം വവൽ സൗണ്ടായിരിക്കും, ബാക്കിയെല്ലാം കോൺസണൻ്റ് സൗണ്ട്സ് ആണ്. ഇങ്ങനെയുള്ള കോൺസണൻ്റ് സൗണ്ട് പോയംസിൻ്റെ ലൈൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അല്ലിട്രേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ള ടേമാണ് അല്ലിട്രേഷൻ. ഈ ലൈനിൽ ഏത് ടേമാണ്, ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് എന്നൊക്കെ ചോദിച്ചാൽ അല്ലിട്രേഷനാണ് ഫസ്റ്റ് പറയേണ്ടത്. റിപ്പീറ്റേഷൻ ഓഫ് കോൺസണൻ്റ് സൗണ്ട്സ് ഇൻ ദ ലൈൻസ് ഓഫ് പോയം. പിന്നീട് ഇവിടെ പഠിക്കാനുള്ള മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ. നോക്കിക്കേ, ദ ബേർഡൻ ഓഫ് ഏജസ് എന്ന് പറയുന്നത് ആരെയാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഭാരം ചുമക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇന്ത്യ എന്ന രാജ്യത്തിന്. സോ ഇന്ത്യ എന്ന കൺട്രിയെ ഒരുപാട് വർഷങ്ങളായിട്ട് ഭാരം ചുമക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യനാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് മെറ്റഫർ. എന്താണ് മെറ്റഫർ? കമ്പാരിസൺ ഓഫ് ടു തിങ്സ് വിതൗട്ട് ദ വേർഡ് ലൈക്ക് ഓർ ആസ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 എക്സാമ്പിൾസ് പറയാം ഞാൻ. ഹീ ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഹീ ഈസ് ലൈക്ക് എ റെഡ് റോസ്. ആ സെൻറ്റൻസിൽ അവനൊരു റെഡ് റോസിനെ പോലെയാണ്. അവിടെ ലൈക്ക് എന്നുള്ള വേർഡ് വന്നു. മറ്റൊരു സെൻറ്റൻസ് നോക്കിക്കേ. മൈ ലൈഫ് ഇസ് എ റോറിങ് സീ. എൻ്റെ ലൈഫ് ഒരു ആർത്തിരമ്പുന്ന കടലാണ്. മൈ ലൈഫ് ഈസ് എ റോറിങ് സീ. ഇവിടെ എൻ്റെ ലൈഫിനെ ആർത്തിരമ്പുന്ന കടലാണ്, കടലുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. എന്നാൽ ഫസ്റ്റ് വൺ ഹീ ഈസ് ലൈക്ക് എ റെഡ് റോസ്.
അതും കമ്പാരിസൺ ആണ്. എന്നാൽ ലൈക്ക് എന്ന വേർഡ് വെച്ച് കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നു. റെഡ് റോസിനെ പോലെയാണ്. അപ്പോൾ പോലെ എന്നുള്ള വാക്ക്, ലൈക്ക്, ആസ്, ഈ രണ്ട് വാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സിമിലി എന്നും, ഈ രണ്ട് വേർഡ്സ് ഇല്ലാതെ അത് തന്നെയാണ് ഇത് എന്ന രീതിയിൽ കമ്പയർ ചെയ്യുന്നതിനെ മെറ്റഫർ എന്നും പറയും. നോട്ട് ചെയ്ത് വെക്കണം. രണ്ട് തരത്തിലുള്ള കമ്പാരിസൺ ആണ് ഇംഗ്ലീഷിലുള്ളത്, സിമിലി ആൻഡ് മെറ്റഫർ. സിമിലി എന്ന് പറയുന്നത് ലൈക്ക്, ആസ്, ഈ രണ്ട് വേർഡ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ലൈക്ക് എ റെഡ് റോസ്. എന്നാൽ മെറ്റഫർ എന്ന് പറഞ്ഞാൽ ലൈക്ക്, ആസ് ഒന്നുമില്ലാതെ അത് തന്നെയാണ് ഇത് എന്നുള്ള തരത്തിലുള്ള കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ, മൈ ലൈഫ് ഈസ് റോറിങ് സീ. എൻ്റെ ലൈഫ് ഒരു ആർത്തിരമ്പുന്ന കടലാണ്. സോ രണ്ടും കമ്പാരിസൺ ആണ്. സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മാത്രമാണ്. സിമിലിക്ക് ലൈക്ക്, ആസ് ഈ രണ്ട് വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും, മെറ്റഫറിന് ഇത് യൂസ് ചെയ്യില്ല. അല്ലാതെ അത് തന്നെയാണ് ഇത് എന്നുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ രണ്ടാമത്തെ ടേം ഇവിടെ നമ്മൾ മെറ്റഫർ, ബേർഡൻ ഓഫ് ദി ഏജസ് എന്ന് പറയുന്നത് ഇന്ത്യയെ ഭാരം ചുമക്കുന്ന ഒരു മനുഷ്യനായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മെറ്റഫറാണ്. അപ്പം നമ്മൾ രണ്ട് ടേം പഠിച്ചു, അലിറ്ററേഷൻ, മെറ്റഫർ. ഇനി നമുക്ക് ഈ 8 ലൈൻസിൽ വരുന്ന രണ്ട് ഫ്രേസസ് ആണ്. ഫസ്റ്റ് ഫ്രേസ് ബേർഡൻ ഓഫ് ദി ഏജ്, സെക്കൻഡ് ഫ്രേസ് ബ്ലൈൻഡിങ് യുവർ ഐസ് ബെക്കനിങ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ. രണ്ട് ഫ്രേസസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ബേർഡൻ ഓഫ് ദി ഏജസ്, ബെക്കനിങ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ. എന്താ അത് രണ്ടും ഉദ്ദേശിക്കുന്നത്? Burden of the ages means the burden of the ages refers to the old customs, conventions, dogmas and superstitions that make people afraid to test new grounds and walk better paths. എന്താ പറഞ്ഞത്? പഴയ രീതികളും പഴയ ആചാരങ്ങളും കസ്റ്റംസും അന്ധവിശ്വാസങ്ങളും. ഇറ്റ് റെഫേഴ്സ് ടു ദ ഓൾഡ് കസ്റ്റംസ്, പഴയ മാമൂലുകളൊക്കെ, ഓൾഡ് കൺവെൻഷൻസ് ആചാരങ്ങൾ, ഡോഗ്മാസ് വിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റീഷൻസ് അന്ധവിശ്വാസങ്ങൾ, ഇവയൊക്കെ ജനങ്ങളെ പുതിയ വഴികൾ പരീക്ഷിക്കുന്നതിൽ നിന്നും പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നു. ഇതിനെയാണ് ബേർഡൻ ഓഫ് ദി ഏജസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാരം കൊണ്ട് ജനങ്ങളുടെ തല കുനിഞ്ഞു പോകുന്നു, അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ പഴയ ചിന്തകളും രീതികളുമൊക്കെ അവരെ പഴയതായിട്ട് തന്നെ നിലനിർത്തുന്നു എന്നുള്ള ഒരു ടേമിനാണ് ബേർഡൻ ഓഫ് ദി ഏജസ് എന്ന ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ എം റിപ്പീറ്റിംഗ്. The burden of ages refers to the old customs, conventions, dogmas and superstitions that make people afraid to test new grounds and walk better paths. The burden of ages keeps people looking downward as their heads are bent with old norms, thoughts and practices which offer no scope for progress. ഇതാണ് ബേർഡൻ ഓഫ് ദി ഏജസ് എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഈ ഒരു 8 ലൈൻസിൽ പെടുന്ന മറ്റൊരു ഫ്രേസാണ് ബെക്കനിങ് കോൾ ഓഫ് ഫ്യൂച്ചർ. എന്താണ് ബെക്കനിങ് കോൾ ഓഫ് ഫ്യൂച്ചർ എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് റെഫർ ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് പറയും? ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെയാണ് ബെക്കനിങ് കോൾ ഓഫ് ഫ്യൂച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം മരണത്തിനെ പോലെ ഇങ്ങനെ തണുത്ത് മരവിച്ച് ഒരൊറ്റ കൈകൊണ്ട് നയിക്കപ്പെടുമ്പോൾ, ഒരു കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുമ്പോൾ ഒരു നല്ല ഫ്യൂച്ചറിനെ പറ്റി സ്വപ്നം കാണാനുള്ള പോസിബിലിറ്റി പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, ഫ്രീഡം കിട്ടുമ്പോൾ അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന വളരെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെയാണ് ബെക്കനിങ് കോൾ ഓഫ് ഫ്യൂച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ എം റിപ്പീറ്റിംഗ്. The phrase beckoning call of the future refers to the vast possibilities of a bright future if Indians are free. When the country is controlled by a hand as rigid and cold as death, there is not even the possibility of determining about and dreaming about a good and bright future.
സോ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഉണ്ടാവുന്ന ബ്രൈറ്റ് ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. റൈറ്റ്. ഐ തിങ്ക് ദാറ്റ് ദിസ് ഈസ് ഇനഫ് ഫോർ ദിസ് സെഷൻ ആൻഡ് study well, be happy, and the remaining part of the chapter will be discussed in the next session. Thank you so much.